സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. യജമാനനായ അല്ലാഹ് അവന്റെ പരിശുദ്ധത വാഴ്ത്താൻ നാം കടപ്പെട്ടവരല്ലയോ? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഉന്നതനായ റബ്ബിനെ പുകഴ്ത്തി പറയാൻ റബ്ബ് കൽപ്പിച്ചതല്ലയോ? ഞാൻ മിനിഞ്ഞാന്ന് ഒരു സദസ്സിൽ പങ്കെടുത്തു. അത് മർക്കസു സഖാഫത്തി സുന്നിയിലാണ്. അവിടെ സ്വഹീഹുൽ ബുഖാരി ഖത്ബ് തീർക്കുന്ന സദസ്സാണ്. സുബ്ഹാനല്ലാഹ്, 800ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ ഒന്നിച്ചിരുന്നു. മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, എന്നെപ്പോലുള്ള 10,000കണക്കിന് മുതഅല്ലിമീങ്ങളെ ഗുരുവര്യരായ, 10,000കണക്കിന് യതീം കുട്ടികളെ പോറ്റി വളർത്തുന്ന, 10,000കണക്കിന് സാധുക്കൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന, മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എത്രയോ ആളുകൾക്ക് ചികിത്സ നൽകുന്ന, 1000കണക്കിന് പള്ളികളും കിണറുകളും മദ്രസകളുമൊക്കെ ഇന്ത്യ രാജ്യത്ത് അവശത അനുഭവിക്കുന്ന നാടുകളിൽ കൊണ്ടുപോയി നിർമ്മിക്കുന്ന തുല്യതയില്ലാത്ത പണ്ഡിതനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഉസ്താദ് അവരുകളെ മുന്നിൽ 800ഓളം മുതഅല്ലിമീങ്ങൾ ഇരുന്ന് സ്വഹീഹുൽ ബുഖാരി ദിനേന സുബ്ഹിന്റെ ശേഷം ഓതുകയാണ്. അങ്ങനെയുള്ള ഒരു ദർസ് ലോകത്തെവിടെയും ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ ഖത്മ്, അതിന്റെ അവസാനം പൂർത്തീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് മർക്കസിൽ. ആ ചടങ്ങിൽ വിനീതനായ ഞാനും പങ്കെടുത്തു. ഞാനാണ് നന്ദി പറഞ്ഞത്. ആ സദസ്സിൽ പങ്കെടുത്തപ്പോ അവിടെ നിന്ന് അവസാനത്തെ ഹദീസ്, സഹീഹുൽ ബുഖാരിയിൽ അവസാനത്തെ ഹദീസ് അവിടെ നിന്ന് ഓതിക്കൊടുക്കുകയാണ്. ആ ഹദീസ് എന്താണ്? കലിമത്താനി ഹബീബത്താനി ലർറഹ്മാൻ ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ. 2 വചനങ്ങൾ. ആ വചനങ്ങൾ റഹ്മാനായ റബ്ബിന് വലിയ ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. അതേ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്. നന്മതിന്മ തൂക്കുന്ന തുലാസിൽ വലിയ തൂക്കം കിട്ടുന്നതാണ്. അതെന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവിന്റെ പരിശുദ്ധത നാം വാഴ്ത്തുന്നു, അവനെ നമ്മൾ സ്തുതിക്കുന്നു. അവൻ വലിയ മഹാനാണ്. ആ മഹാനായ അല്ലാഹുവിന്റെ പരിശുദ്ധത വാഴ്ത്തുന്നു. വലിയ മഹത്വമുള്ളതാണ് തസ്ബീഹ്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് തസ്ബീഹ് ചൊല്ലിച്ചത്.